വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ കപ്പ് കോമ്പറ്റീഷനെ കുറിച്ചാണ്. യൂറോപ്പ് ലീഗ് വിന്നറായിട്ടുള്ള അറ്റ്ലാന്റയും ചാമ്പ്യൻസ് ലീഗ് വിന്നറായിട്ടുള്ള റയൽ മാഡ്രിഡും തമ്മിലാണ് ഇന്ന് സൂപ്പർ കപ്പ് കോമ്പറ്റീഷൻ നടന്നത്. ഇതുപോലുള്ള ഫൈനലിൽ റയൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യാന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യും, ഗോൾ അടിക്കും, കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു. ഇന്നും അതുപോലുള്ള ഒരു പെർഫോമൻസ് ആണ് റയലിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. 2-0 അവർ അറ്റ്ലാന്റയെ തോൽപ്പിച്ചുകൊണ്ട് 6ാമത്തെ തവണ സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ അറ്റ്ലാന്റയുടെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു. ആ യൂറോപ്പ് ലീഗ് ഫൈനലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലുള്ള പെർഫോമൻസ് ഇന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒഫെൻസീവിലും ഡിഫെൻസീവിലും ഒരുപാട് മിസ്റ്റേക്കുകൾ അറ്റ്ലാന്റയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒഫെൻസീവ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്മാന്റെ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ യൂറോപ്യൻ ലീഗിന്റെ ഫൈനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പുള്ളിക്ക് ഇന്ന് കഴിഞ്ഞില്ല. 1-2 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ ലുക്മാന് കഴിയാതെ പോയി. സ്ലോപ്പി ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡാണ് അറ്റ്ലാന്റ സൈഡിൽ നിന്ന് കണ്ടത്. എഡേഴ്സൺ ഒക്കെ ഒരുപാട് മിസ്റ്റേക്കുകളും മിസ് പാസുകളും ഒക്കെ വരുത്തുന്നുണ്ടായിരുന്നു. മിസ്റ്റേക്ക് ആഫ്റ്റർ മിസ്റ്റേക്ക് ആണ് ഡിഫൻസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാസിനിച്ചിന്റെ സൈഡിൽ നിന്നൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഇത് മുതലാക്കിക്കൊണ്ടാണ് റയല് ഗോൾ സ്കോർ ചെയ്യുന്നത്. നമുക്കറിയാം റയലിന്റെ എംബാപ്പിന് വരുന്നതിന് മുമ്പുള്ള ഫ്രണ്ട്സിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ ആൻഡ് ബെല്ലിംഗാം, ഇവരെ തന്നെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. ആ ഒരു മിക്സിലേക്ക് എംബാപ്പയെ കൂടി കൊണ്ടുവന്നുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ഇനിയും കളി വരാൻ പോകുന്നേ ഉള്ളൂ. ഇവർ തമ്മിലുള്ള ഒരു സിങ്ക് ഒക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ചിലപ്പോൾ റയലിന്റെ സൈഡിൽ നിന്ന് വരാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിലാണ് മുമ്പോട്ട് പോയത്. 2 ടീമുകൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ ആണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ സ്പീഡ് കൊണ്ട് ഡിഫൻസിനെ ബീറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് വിങ് പോയിട്ട് സ്കോർ ചെയ്തുകൊണ്ട് ഒരു പാസ് പുള്ളി ബോക്സിലേക്ക് എത്തിക്കുന്നു. ഇവിടെ വാൽവേർഡി കൃത്യമായിട്ട് ഒരു ടാപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു, അത് സ്കോർ ചെയ്യാൻ വാൽവേർഡിക്ക് കഴിഞ്ഞു. അങ്ങനെ 1-0 ലീഡിലേക്ക് റയൽ എത്തുകയാണ്. അധികം വൈകാതെ ആദ്യത്തെ ഗോൾ റയലിന് വേണ്ടി സ്കോർ ചെയ്യാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. ഇവിടെ ബെല്ലിംഗാമാണ് ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളി ലെഫ്റ്റ് വിങ്ങിലേക്ക് ബോളുമായിട്ട് പോകുന്നു, ഡ്രിബിളൊക്കെ ചെയ്ത് 2 ഡിഫൻഡറെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. ഈ സമയത്താണ് എംബാപ്പയുടെ കൃത്യമായിട്ട് ബോക്സിലേക്കുള്ള റണ്ണ് കാണുന്നത്. കൃത്യമായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ എംബാപ്പെ ചെയ്തു. അങ്ങനെ 2-0 ലീഡിലേക്ക് റയൽ എത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെയും യങ് പ്ലേയേഴ്സിന്റെയും ഒരു മിക്സ്ചറാണ് റയൽ നമ്മളിപ്പോൾ കാണുന്നത്. റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു സീസണ് മുമ്പാണ് ബെല്ലിംഗാമിന് അവർ 120 മില്യൺ കൊടുത്ത് സൈൻ ചെയ്യുന്നത്. അധികം വൈകാതെ വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ടുള്ള എംബാപ്പെ ടീമിലേക്ക് എത്തിച്ചു. ഇപ്പൊ വിംഗേഴ്സിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോ വൺ ഓഫ് ദി ബെസ്റ്റ് വിംഗേഴ്സ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിഡ്ഫീൽഡിൽ ഇപ്പോഴും മോഡ്രിച്ച് കളിക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് മെന്റർ എന്ന രീതിയിൽ പുള്ളിക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ചൗമിനിനെ പോലുള്ള പ്ലെയർ DMFന്റെ റോളിൽ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി വരുന്നുണ്ട്. കാമവിംഗക്ക് ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായിട്ട് ഈ ടീം ഈ സീസണിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് റയൽ തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.